ഐശ്വര്യച്ചയ്ക്ക് അറിയോ, ആ ശ്യാമയ്ക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അച്ഛനെയാ. അയാൾക്ക് എന്തേലും പ്രശ്നം വന്നാ അതോടെ ശ്യാമയുടെ ചാട്ടം നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ ആ ക്ഷേത്രത്തിലെ കാര്യം. നമുക്ക് ആ വാസുദേവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അവസരം ഇന്ന് രാത്രി മുഴുവൻ തിരുവാഭരണത്തിന് കാവലിരിക്കുക വാസുദേവൻ. ആ അവസരം നമുക്ക് മുതലാക്കണം. ആ ശ്യാമയെ തകർക്കാൻ ഇതുപോലെ പറ്റിയൊരവസരം ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വാസുദേവൻ എന്തെങ്കിലും സംഭവിച്ചാ അതോടെ തകരുന്നത് ശ്യാമയാ. അവളുടെ ടൂറ് മുടങ്ങും എന്ന് മാത്രല്ല, പിന്നെ ശ്യാമ ഐശ്വര്യച്ചയുടെ മുന്നിലെന്നല്ല ആരുടെ മുന്നിലും തല ഉയർത്തില്ല. അത് എന്റെ ആഗ്രഹം. പക്ഷേ അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അതിനൊരു ഐഡിയ ഉണ്ട് ചേച്ചി. അതൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഐശ്വര്യച്ചയെ പോലെ ബുദ്ധിയും കഴിവുള്ള ഒരാൾക്കേ അത് നടപ്പിലാക്കാൻ പറ്റൂ. എന്തിനും ഞാൻ കൂടെ നിൽക്കാം. എന്റെ മമ്മിയുടെ സപ്പോർട്ടും ഉണ്ടാവും. എന്താ ഐഡിയ? അതാദ്യം പറ. തിരുവാഭരണം. മനസ്സിലായില്ല. ഇന്ന് രാത്രി തിരുവാഭരണം ആ ക്ഷേത്രത്തിൽ നിന്നും കളവ് പോകുന്നു. പിടിക്കപ്പെടുന്നത് ശ്യാമയുടെ അച്ഛനും. അതെങ്ങനെ? അവിടെയാണ് ഐശ്വര്യച്ചയുടെ ബുദ്ധിയും കഴിവും ഉപയോഗിക്കേണ്ടത്. നീ ഡീറ്റെയിൽസ് പറ വിസ്മയെ. ശ്യാമയെ തകർക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ശരി, ഞാൻ ഏറ്റു. അതിന് ഞാൻ എന്താ വേണ്ടത് അത് പറ. പറയാം. വിസ്മയ, ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിന്റെ കാര്യം ഒടുവില് നമ്മൾ പിടിക്കപ്പെടരുത്. ഒന്നുമില്ലെന്നേ, അങ്ങനെയൊന്നും വരില്ല. നമ്മളെ ആരും സംശയിക്ക പോലും ഇല്ല. ആ രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്താ മതി. ആലോചിക്കാൻ ഒന്നുമില്ല ചേച്ചി. വാ, നമുക്ക് 1-2 ആളുകളെ കാണാനുണ്ട്. ഞാനല്ലേ വിളിക്കുന്നേ. സമയമില്ല, ഇനി മണിക്കൂറുകളേ ഉള്ളൂ. തിരുവാഭരണം എടുക്കാൻ വേണ്ടത് നമുക്ക് ചെയ്യാം. വേഗം വന്നേ. തിരുവാഭരണം അത് ഐശ്വര്യച്ചയുടെ ആൾക്കാരെ വെച്ച് തന്നെ ഞാൻ എടുപ്പിക്കും. വാസുദേവൻ പിടിയിലായ ശ്യാമ പിന്നെ മധുരയിൽ കൃഷ്ണന് മുന്നിൽ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വാസുദേവ, ശ്രീകോവിൽ നട അടച്ചു. ഇനി കൃഷ്ണന് കാവലായി ഇവിടെ വാസുദേവനും. ഞങ്ങൾ ഇറങ്ങുക. ആയിക്കോട്ടെ തിരുമേനി, ഞാനിവിടെ തന്നെ ഉണ്ടാവും. അതൊരു വലിയ ധൈര്യമാണ്. ഓ, തിരുവാഭരണം വിശ്വസിച്ച് മറ്റാരെ ഏൽപ്പിക്കുക? ധൈര്യമായിട്ട് പൊക്കോ പ്രസിഡന്റേ, ഞാൻ നോക്കിക്കോളാം. അല്ല, ഇത് വാസുദേവന്റെ മരുമകനല്ലേ, നമ്മുടെ ശ്യാമയുടെ? അതെ, ശ്യാമയുടെ ഭർത്താവാ. എനിക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നതാ. പച്ചക്കറിക്കടയൊക്കെ നന്നായി നടക്കുന്നില്ലേ? നന്നായി പോകുന്നുണ്ട്. അപ്പൊ മരുമകനും കൂട്ടിനെത്തിയല്ലോ. വാസു ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ ഇറങ്ങാം. ശരി പ്രസിഡന്റ്, എന്നാ ശരി. പതിരുമണി. അല്ല മോനെ, മോൻ എന്തിനാ ഭക്ഷണം കൊണ്ട് വന്നേ? പിന്നെ ഇന്ന് രാത്രി അച്ഛൻ പട്ടിണി കിടക്കാനാണോ പ്ലാൻ? അത് പറ്റില്ല. എന്നാലും മോൻ കടയിലൊക്കെ പോയിട്ട് ക്ഷീണിച്ചു വന്നല്ലേ? അതൊന്നും സാരമില്ല. അച്ഛനത് കഴിച്ചേ, എന്നിട്ട് പാത്രം കൊണ്ട് എനിക്ക് തിരികെ പോകാനുള്ളതാ. ഓ, എന്നാ കഴിച്ചേക്കാം. വാ, നടക്കാം. അമ്മ കഴിച്ചോളൂ. അഖിൽ സാർ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചോളാം. വേണ്ട, അക്കിമോ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മ ആ ഫോണും എടുത്ത്. JK സാറാണല്ലോ. ഹലോ സാർ, പറയണം. അപ്പൊ യാത്രക്ക് അഖിലും ശ്യാമ റെഡിയാണല്ലോ അല്ലേ?
അതെ സർ, ഞങ്ങൾ ഉറപ്പായിട്ടും വരും. നാളെ പുറപ്പെടണം. രണ്ടാൾക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്. നാളെ രാത്രി മധുരയിൽ സംഗീത നിശ. മോർണിംഗ് ഫ്ലൈറ്റിൽ തിരിച്ചെത്താം. അങ്ങനെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷം സർ. അപ്പൊ ഇപ്പൊ തന്നെ അഖിലിനോടും ഡീറ്റെയിൽസ് പറഞ്ഞേക്കൂ. ആ കടയിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഉണ്ടാവും. എന്നാ ഓക്കെ ശ്യാമ, ഞാൻ വിളിച്ചോളാം. ആ ഓക്കെ. ശരി സർ, താങ്ക് യു. സാർ എന്താ മോളെ പറഞ്ഞേ? നാളത്തെ ഫ്ലൈറ്റിന് ഞാനും അഖിൽ സാറും കൂടി മധുരയിലേക്ക്. പിന്നെ എന്റെ കണ്ണന് വേണ്ടി ഞാൻ പാടുന്നു. മോളെ, ഈ സന്തോഷത്തിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെടുക ആക്കിയമോൻ. അതെനിക്കറിയാമേ. എന്റെ കണ്ണന് ഈ ശ്യാമയെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് തന്നെ. തിരുവാഭരണം എവിടെ? കൃഷ്ണ ചതിച്ചോ? വാസുദേവ, വാസുദേവ, വാസുദേവ. എന്താ തിരുമേനി? തിരുവാഭരണം കാണാനില്ല. തിരുവാഭരണം കാണാനില്ലേ? എന്റെ കൃഷ്ണ ചതിച്ചോ? കൃഷ്ണ, എന്റെ കൃഷ്ണ ചതിച്ചോ? തിരുമേനി ചതിച്ചല്ലോ. എന്താ സംഭവിച്ചേ? വാസുദേവൻ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു പ്രസിഡന്റ്, സത്യമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വലിയ ചതിയായി പോയല്ലോ. തിരുമേനി, ഞാൻ പറഞ്ഞ സത്യമാ. രാത്രി മുഴുവൻ ഞാനിവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെ ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ, സെക്യൂരിറ്റി വിളിക്കേ. തിരുമേനി, ഇങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. എന്റെ കൃഷ്ണ, എന്തൊരു പരീക്ഷണോ ഇത്. ആ, എന്തായാലും പോലീസിനെ വിളിക്കാം. വിളിക്ക് പ്രസിഡന്റ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ക്ഷേത്രത്തിൽ തിരുവാഭരണം കളവ് പോയി. സെക്യൂരിറ്റി ഇവിടെ ഇല്ല. സെക്യൂരിറ്റി ഇല്ല? ഇല്ല. ആ, അപ്പൊ സെക്യൂരിറ്റി മുങ്ങിയതാ. അവനും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ് ആയത്. എന്റെ കൃഷ്ണ, ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ കൃഷ്ണ, ഇതെങ്ങനെയാ സംഭവിച്ചേ? എന്റെ കൃഷ്ണ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ ഭഗവാനെ തിരുവാഭരണം ചാർത്തി നട അടച്ചിട്ട് പോയതാ. ഇപ്പൊ വന്നപ്പോ ശ്രീകോവില് തുറന്നു കിടക്കുന്നു. ക്ഷേത്രത്തിനൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആളെ കാണാനില്ല. രാത്രി മറ്റാരെ ഇവിടെ ഉണ്ടായിരുന്നേ? സാർ, ഞാനും ആ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ചുമതലയെല്ലാം ഈ വാസുദേവനെ ഏൽപ്പിച്ച ഞാനും തിരുമേനിയും വീട്ടിലേക്ക് പോയത്. സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെയായപ്പം ഞാനൊന്ന് മയങ്ങിപ്പോയി. തിരുമേനി വന്ന് പറയുമ്പോഴേ ഞാനിത് അറിയുന്നത് തന്നെ. രാത്രി ഇവിടെ ഉണ്ടായിരുന്നിട്ട് തിരുവാഭരണം മോഷ്ടിച്ചറിഞ്ഞില്ലേ? ഇല്ലേ സാർ, തിരുമേനി പറയുമ്പോഴേ അറിയുന്നേ. ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലോ. സാർ, ഞാൻ പറയുന്നത് സത്യമാ. സാറേ, ആള് വിശ്വസ്തനാ. ആള് വിശ്വസ്തനായിരിക്കും. സ്വർണ്ണമല്ലേ, കണ്ടാ ചിലപ്പോ കണ്ണ് മഞ്ഞളിക്കും. സാർ, സാർ എന്തായി പറയുന്നേ? എന്താ പറയുന്നത് അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറേ, ഇയാള് ഇയാളെ പിടിച്ച് വണ്ടി കയറ്റി. പിടിച്ച് കയറ്റി. സാർ, സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒരു അറിവുമില്ല. സാർ, ഞാൻ പറയുന്നത് സത്യമാ. ഞാൻ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. സാർ, സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും. സാർ, ഞാൻ സത്യമാ പറയുന്നത്. ഞാൻ സത്യമാ പറയുന്നത്. സാർ,
2 ദിവസത്തേക്കെങ്കിലും നമ്മൾ മാറി നിൽക്കുന്നതേ നമ്മുടെ പച്ചക്കറി കടയ്ക്ക് പ്രശ്നമാണ്. 2 ദിവസം തുടർച്ചയായി കട അടച്ചിടാന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടല്ലേ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പയ്യൻ വന്ന് രാവിലെ കട തുറക്കും. ആഹാ. നടക്കുന്ന കച്ചവടം നടക്കട്ടെ. പൂട്ടിയിട്ടാലേ പച്ചക്കറിയൊക്കെ ചീത്തയാവും. ചെറിയ നഷ്ടമൊക്കെ വരും. പക്ഷെ ഇപ്പോ നമുക്ക് പ്രധാനം ശ്യാമയുടെ പാട്ടാ. ആ, ഇതുപോലുള്ള അവസരം അപൂർവമായിട്ടല്ലേ കിട്ടൂ. എന്റെ കൃഷ്ണന്റെ മധുരയിൽ, എന്റെ കണ്ണന്റെ പുണ്യഭൂമിയിൽ പാടാൻ അവസരം കിട്ടാന്ന് പറഞ്ഞ GK സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോളെ ദാ, ഇതുകൂടി വെച്ചേക്ക്. നല്ല തണുപ്പുള്ള സ്ഥല. കിട്ടുന്നിടത്തുനിന്ന് ചുക്ക് കാപ്പിയോ ചൂടുവെള്ളമോ എടുത്ത് വെക്കാം. ഹലോ. ക്ഷേത്രത്തിൽ നിന്ന് ശങ്കരനാ. ആ, മനസ്സിലായി. എന്താ വിളിച്ചേ? വാസുവേട്ടനെ പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയിന്നോ? പോലീസ്? കൃഷ്ണന്റെ തിരുവാഭരണം രാത്രി മോഷണം പോയി. വാസുവേട്ടനെ സംശയം. ആളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ശ്യാമേ, മോളെ എന്താ? എന്താ മോളെ? എന്താ? എന്താ? എന്താ ശ്യാമേ? എന്താണ്? എന്താ മോളെ പറ. നീ കാര്യം പറയുന്നുണ്ട്. എന്താന്ന് പറ. എന്താ? എന്താ? അമ്മ അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. പോലീസ് കൊണ്ടുപോയെന്നോ? എന്താ? തിരുവാഭരണം മോഷണം പോയെന്ന്. അച്ഛനെ സംശയം. അല്ല, ആരാ എന്താന്ന് വ്യക്തമായിട്ട് അറിയാതെ അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്ന വെച്ചാ? എന്താന്ന് എനിക്കറിയില്ല. എന്റെ കൃഷ്ണ, എന്ത് പരീക്ഷണ. എനിക്കിപ്പോ വാസുവിന്റെ കാണണം. എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ അഖിൽ സാറും കൂടി എന്താന്ന് അറിഞ്ഞിട്ട് വരാം. അമ്മ ഒന്ന് സമാധാനായിട്ട് നിക്ക്. താൻ വരണ്ട, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഞാനും കൂടി. സാരമില്ല, ഇത് വെറും സംശയത്തിന്റെ പേരിലാവും. അച്ഛനാണല്ലോ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാനിപ്പോ വരാം. സാർ ഞാനും കൂടി വന്നോട്ടെ. വേണ്ട ശ്യാമേ, ഞാൻ അവിടെ ചെന്ന് വേണ്ടത് ചെയ്യാം. അച്ഛനെയും കൂട്ടി ഞാൻ ഇപ്പൊ വരാം. താനൊരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോ. ഒന്നും മുടക്കണ്ട. അമ്മേ കരയണ്ട, ഞാൻ അച്ഛനെയും കൂട്ടി പെട്ടെന്ന് വരാം. മോളെ, എന്റെ ഈശ്വരാ, എന്റെ മോളെ. കണ്ണാ, നിന്റെ അടുത്തേക്ക് ഞാൻ വരാനിരുന്നപ്പോ നീ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ? എന്റെ കൃഷ്ണ, എന്റെ വാസുവേട്ടൻ. സത്യം പറ, തിരുവാഭരണം എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? സാർ, എനിക്കറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ അത് എവിടാ ഒളിപ്പിച്ചെന്ന് വാസുദേവൻ അറിയില്ല. തിരുവാഭരണം ആരാ കൊണ്ട് ഒളിപ്പിച്ചേ അത് പറ. അയാളെ തനിക്കറിയാം. എനിക്കൊന്നും അറിയില്ല സാറേ. ആ സെക്യൂരിറ്റി ഞാനും കൂടെ അല്ലേ ഇത് ചെയ്തേ? ഞാൻ നിരപരാധിയാ സാറേ. ആ സെക്യൂരിറ്റി എവിടേക്കാ പോയത്? എനിക്കതും അറിയില്ല സാറേ. തനിക്കപ്പ അതും അറിയില്ല. സാറേ, ഞാൻ നിരപരാധിയാ. ഭഗവാന്റെ തിരുവാഭരണം പോയിട്ട് ഒരു നയാ പൈസ ഞാൻ എടുക്കത്തില്ല. എത്ര പട്ടിണി കിടന്നാലും ആ പാവം ഞാൻ ചെയ്തില്ല. പക്ഷെ എല്ലാം തനിക്ക് അറിയാന്ന് പറഞ്ഞാൽ ആ സെക്യൂരിറ്റി ഞാനും കൂടെ ചേർന്നുള്ള പ്ലാനിങ് അല്ലേ ഇത്? സാർ, ഒരിക്കലുമല്ല. പക്ഷെ താൻ പറയും, സത്യം തന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറ, സത്യം പറ. തിരുവാഭരണം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നേ? എനിക്കറിയില്ല സാറേ. പറയാതെ നിന്നെ ഞാൻ വിടില്ല. സാർ, സാറേ എന്നെ തല്ലല്ലേ സാറേ. സത്യം പറയടാ. സാർ, പറഞ്ഞോ? തല്ലല്ലേ സാറേ. പറ. പറഞ്ഞോ? തല്ലല്ലേ പറ. സാർ, സത്യം പറയടാ. പറയടാ സത്യം. പറയാൻ. സാർ, സർ തല്ലല്ലേ? പറയടാ. സാറേ, ഇദ്ദേഹം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നീ ആരാ? ഇതെന്റെ അച്ഛനാ. അച്ഛനോ?
അതെ, എൻ്റെ ഭാര്യയുടെ അച്ഛൻ. നിനക്കിവിടെ എന്താ കാര്യം? സർ, അത് പുറത്തിറങ്ങ, പുറത്തിറങ്ങാൻ. സർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഡോ, ഇവനെ പിടിച്ച് പുറത്തേക്ക്. സർ, വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. സർ, ഇത് നീതിയല്ല. സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക അധികാരമുണ്ടെന്ന് കരുതി ഇതൊന്നും ശരിയല്ല സർ. എന്താടാ, നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നാണോ? ഞാൻ ഒരു ഇന്ത്യൻ പൗരനാ. ആ അവകാശം ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ആ ശരി, എന്നാ ഇന്ത്യൻ പൗരനെ എന്താന്ന് വെച്ചാ ചെയ്തിട്ട് വാ. മോനെ തർക്കിക്കാൻ നിൽക്കണ്ട, ഇതെന്റെ വിധിയാ. എന്റെ മുമ്പൊക്കു സാറേ, ഈ കൊച്ചിനും രാത്രി അവിടെ അമ്പലത്തിൽ വാസുദേവനൊപ്പം ഉണ്ടായിരുന്നു. ഈ പറയുന്നത് നേരാണോടാ? സർ, ഞാനവിടെ പോയിരുന്നു എന്നുള്ളത് നേരാണ്. അച്ഛന് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരികെ പോരുകയും ചെയ്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് പോയോ അവിടെ നിന്നോന്നൊക്കെ ഞാൻ അന്വേഷിക്കും. ഇപ്പൊ നീ പോയിക്കോ, പക്ഷെ ഒരു കണ്ടീഷൻ. ഈ നിമിഷം മുതൽ നീ പോലീസിന്റെ നിരീക്ഷണത്തിലാ. ഈ ലൊക്കാലിറ്റി വിട്ട് നീ പോവാൻ പാടില്ല. എന്ന് പറഞ്ഞ ഈ ജില്ല വിട്ട് എവിടേക്കും പോകാൻ പാടില്ല എന്ന്. ഓക്കോ, ചെല്ല്. നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. നിന്നെ എന്റെ കൈ കിട്ടും. വാസുവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ ഭഗവാനെ. അച്ഛനെ അവര് തല്ലു അമ്മേ? അറിയില്ല മോനെ, ഓരോന്നോർത്തിട്ട് എനിക്ക് വയ്യ. അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും വരാനുള്ളത് വന്നു. ഇനി എങ്ങനെ അച്ഛനെ അതിൽ നിന്ന് രക്ഷിക്കാം, അതല്ലേ നമ്മൾ നോക്കേണ്ടേ? എന്നാലും മോളെ, അമ്മേ, അഖിൽ സാർ അതിനല്ലേ പോയിരിക്കുന്നേ. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഉറപ്പായും അച്ഛൻ അവരെ വിട്ടയക്കും. ദേ അഖിലേട്ടൻ വന്നു. അല്ല, അച്ഛനെവിടെ? വാസുവേട്ടൻ അവരെ വിട്ടയച്ചില്ലേക്ക് മോനെ? ഇല്ലമ്മേ, വിട്ടില്ല. അതിന് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല എന്ന് നമുക്കറിയില്ലേ? സംഗതി ശരിയാണ്, പക്ഷേ കേസ് അല്പം സ്ട്രോങ്ങാ. രാത്രി ക്ഷേത്രത്തില് അച്ഛനും സെക്യൂരിറ്റി മാത്രം ഉണ്ടായിരുന്ന. രാവിലെ സെക്യൂരിറ്റിയെ കാണാനില്ല. തിരുവാഭരണം തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതിനൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ പോലീസ് അച്ഛനെ റിലീസ് ചെയ്യൂ. അപ്പൊ അച്ഛൻ ഇന്ന് രാത്രി സ്റ്റേഷനിലെ സെല്ലിൽ കഴിയണമെന്നാണോ? അതിനിടയ്ക്ക് അച്ഛനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിജയിച്ചാൽ
ഭാഗ്യം. സാർ, ഞാൻ JK സാറിനെ ഒന്ന് വിളിക്കാം. മധുരയിലെ പ്രോഗ്രാമിന് എത്തില്ല എന്ന് പറയാം. അച്ഛൻ ഇങ്ങനൊരവസ്ഥയില് എനിക്ക് പാടാൻ വയ്യ. JK സാറിനെ വിളിച്ച് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനോ? എന്ത് മണ്ടത്തുര ശ്യാമേ നീ പറയുന്ന? അച്ഛൻ ഈ വീട്ടിൽ തിരിച്ചെത്താതെ ഞാൻ എങ്ങോട്ടുമില്ല. ആദ്യ ശ്യാമ, ഞാൻ പറയുന്ന കേൾക്ക്. ശ്യാമ കൃത്യസമയത്ത് മധുരയിൽ പോകുന്നു, പ്രോഗ്രാമിൽ പാടുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തോളാം. സാർ, ശ്യാമ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട. എയർപോർട്ടിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഫ്ലൈറ്റിൽ കയറുന്ന കാര്യമൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്യാമ, പോകാനുള്ള കാര്യം നോക്ക്. അയ്യോ സാർ, ഒന്നും പറയണ്ട, വേഗം റെഡിയാവ്. ഞാൻ ശ്യാമ എയർപോർട്ടിലാക്കിയിട്ടേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ.